ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ട് വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു ബീട്രൂട്ട് കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വിനെഗർ കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പാലൊന്ന് പിരിഞ്ഞിട്ട് കിട്ടും. മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞ് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം 1/4 കപ്പ് മിൽക്ക് പൗഡറും കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ബീട്രൂട്ടും പാൽപ്പൊടിയും കൂടി നല്ലതായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കണം. മുട്ടയൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ കോൺഫ്ലോർ ചേർക്കുമ്പോഴേക്കും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേ സമയം തന്നെ ഞാനൊരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ പാലും വിനെഗറും ചേർത്തിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോഴേക്കും ഏകദേശം 1/4 കപ്പോളം പഞ്ചസാര പൊടിച്ചത് കിട്ടും. ഈ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര അലിഞ്ഞതിന് ശേഷം നേരത്തെ അരച്ചു വെച്ചിരുന്ന ആ ബീട്രൂട്ടിൻ്റെയും പാൽപ്പൊടിയുടെയും മിക്സ് ചേർത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരേ ദിശയിലേക്ക് മാത്രമേ മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് സോഫ്റ്റായി കിട്ടുകയില്ല. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കട്ട കെട്ടി കിടക്കുന്നതായിട്ട് തോന്നും. ഇപ്പോൾ എല്ലാം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബട്ടർ പേപ്പർ ഇട്ട ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാ ഒരു വീട്ടിലുള്ള പാത്രത്തിൽ ഒഴിച്ച് ബേക്ക് ചെയ്താലും മതിയാകും. എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കൊരു 35 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കാം. 35 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്ക് കേക്ക് ഒരു ബ്രൗൺ കളറിലാണ് കിട്ടിയിട്ടുള്ളത്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വിനെഗറും കൊക്കോ പൗഡറും ഒക്കെ ചേർന്നിട്ട് ആക്റ്റീവ് ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കളറിലായിരിക്കും കേക്ക് കിട്ടുന്നത്. ചെറുതായി ഒന്ന് ചൂടാറിയപ്പോഴേക്കും ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, മുട്ടയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണെന്ന് കണ്ടാലും പറയുകയില്ല, കഴിച്ചാലും അതേപോലെ തന്നെയാണ്. നോക്കിയേ, നല്ല സോഫ്റ്റും ഫ്ലഫിയുമായിട്ടുള്ള നല്ല കിടിലൻ കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ആ ബെല്ലൈക്കണും മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.